12 കൊല്ലം കിതാബ് ഓതിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയണത്. 12 കൊല്ലം കിതാബ് ഓതിയതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയണത്. അറബി അറിയാത്ത ഒരാളെ ദീനിയായി ആത്മീയമായി നല്ല പറ്റിക്കണം. അതുകൊണ്ടാണ് എന്റെ ഉമ്മമാരോട് പറഞ്ഞത്, ഒരാളുടെ മുന്നിലും നമ്മളെ തലച്ചോറ് പണയം വെക്കാൻ പാടില്ല. ഇദ്ദേഹത്തിന് നല്ല കോൺഫിഡൻസ് ഉണ്ട്, അറബി അറിയാത്ത പാവങ്ങളെ പറ്റിക്കാൻ പറ്റുന്നു. നമ്മളൊക്കെ എന്തിനാണ് സഹോദരന്മാരെ ഉംറക്കും ഹജ്ജിനൊക്കെ പോകുന്നത്? ഇത്തരം ഗ്രൂപ്പുകളുടെ ഒക്കെ കൂടെ പോയി വഹാബിയായി തിരിച്ചു വന്ന് നാട്ടിൽ ഫിത്നയുണ്ടാക്കി മറ്റുള്ളവരൊക്കെ മുശ്രിക്കും കാഫിറുമാണ് എന്നൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലോ, ഒരു ഉമ്മ പറ്റ കുട്ടിയെ പോലെ ആയി തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ മൗലവിമാരൊക്കെ ഈ പാവങ്ങളുടെ മനസ്സിലേക്ക് അറബി അറിയാത്തതിന്റെ പേരിൽ കുത്തിവെക്കുന്ന വിഷയങ്ങൾ എത്ര ഭീകരമാണ് നോക്കൂ. ഞാൻ പറഞ്ഞില്ലേ, കണ്ടുകൊണ്ട് വായിച്ച സത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക്, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു എന്ന ഹദീസ് ഞാൻ പഠിച്ചിട്ട് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുറ്റക്കാരനാകും. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു രോഗം വന്നപ്പോ ഒരു കെട്ട് കെട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാ ഈ കെട്ട് കെട്ടിയത്? മിനൽ വാഹിൻ, എനിക്ക് അസുഖം ഉണ്ടായിട്ടാണ് റസൂലേ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇൻസിഅഹാ, നീ ഊരി വലിച്ചെറിയണത്. ഫഇന്നഹാ ലാ തസീദുക ഇല്ലാ വഹന, നിനക്ക് അത് അസുഖമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കൂല, ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് എനിക്ക് നിങ്ങളോട് പറയൽ എന്റെ ഉത്തരവാദിത്തമാണ്. വഹാബിസത്തിന്റെ പല ആശയങ്ങളും കുത്തിവെക്കുന്നതിന്റെ ഇടയിൽ അറബറിയാത്ത സാധുക്കളെ നമ്മളൊക്കെ സാധാരണ കിട്ടാറുള്ള ഏലസുകൾക്കെതിരെയാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അത് ഏലസ് കെട്ടിയാൽ മുഷിരിക്കായി പോകത്രേ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. എന്നിട്ട് ഈ നാട്ടിൽ വന്നിട്ട് മുഅ്മിനീങ്ങളായ ഏലസ് കെട്ടിയ ആളുകളൊക്കെ കാഫിറാണ് എന്ന് ഈ ഹജ്ജാജിമാരെ കൊണ്ടും ഉംറ ചെയ്ത ആളുകളെ കൊണ്ടും വിശ്വസിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇയാൾ ഇത് പ്രസംഗം നടത്തുന്നത്. ഇദ്ദേഹം പറയുന്നുണ്ട് 12 കൊല്ലം അയാൾ പഠിച്ചു എന്ന്. സഹോദരന്മാരെ, ഇയാൾ ജനിക്കുന്നതിന്റെ 10 നൂറ്റാണ്ട് മുമ്പ് ജനിച്ച മഹാനാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. എന്താണ് അവിടുന്ന് ഈ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം. അവിടുത്തെ ഷറഹുൽ മുഹദ്ദബിലെ ഈ വിഷയം കൃത്യമായി രേഖപ്പെടുത്തുന്നു. വ അമ്മർ റഖാ വത്തമാഇമു ഖാല ഫൽ മുറാദു ബിന്നഹി മാ കാന ബിഗൈരി ലിസാനിൽ അറബിയ്യ ബിമാ ലാ യുദ്റ മാ ഹുവ. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, നിരോധിക്കപ്പെട്ട ഏലസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറബിയിലല്ലാത്ത, എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാകാത്ത ചില ഏലസുകളെ കുറിച്ചാണ് നിരോധിക്കപ്പെട്ട ഏലസ് എന്ന് പറയപ്പെട്ടത് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു കൃത്യമായി പറയുന്നു. തീർന്നില്ല. വയഹ്തമിലു അൻ യകൂന ദാലിക വമാ അശ്ബഹുഹു മിനൻ നഹി വൽ കറാഹത്തി ഫീമൻ യുഅല്ലിഖുഹാ വഹു യറാ തമാമൽ ആഫിയത്തി വസവാലൽ ഇല്ലത്തി ബിഹാ അലാ മാ കാനത അലൈഹിൽ ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിലെ ചില ആളുകൾ ഏലസുകൾ കെട്ടും. ആ ഏലസുകൾ കെട്ടിയിട്ട് അവർ വിചാരിക്കും ഈ ഏലസാണ് അവരുടെ രോഗം മാറ്റുന്നത്, ഈ ഏലസ് കെട്ടിക്കഴിഞ്ഞാൽ ഇനി ഒരിക്കലും രോഗമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിശ്വസിച്ച് ഇസ്ലാമികമല്ലാത്ത ഏലസ് കെട്ടിയ ചില ആളുകൾ, അവരെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. മാത്രമല്ല, അമ്മാമൻ യു അല്ലിഖുഹ മുതബർരികം ബിദിക്രില്ലാഹി തആല ഫീഹി, ഇനി ഒരാൾ ഏലസ് കെട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന്റെ ദിക്റുകളെ കൊണ്ട് ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വഹു യഅലമു അല്ലാ കാശിഫ ലഹു ഇല്ലല്ലാഹു വലാ ദാഫി അൻഹു സിവാഹു. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് അറിയാം അള്ളാഹുവാണ് രോഗം തരുന്നത് എന്നും ബലാഗ് തരുന്നതെന്നും മുസീബത്ത് തരുന്നതും എല്ലാത്തിനും പരിഹാരം നൽകുന്നതും അള്ളാഹുവാണ് എന്ന് കൃത്യമായി വിശ്വസിക്കുന്ന യഥാർത്ഥ ഒരു മുസ്ലിം അദ്ദേഹം ഒരു ഏലസ് കെട്ടുകയാണ്. ഫലാ ബഅസ ബിഹാ ഇൻഷാ അല്ലാഹു തആല. അങ്ങനെ ഏലസ് കെട്ടുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു 12 കൊല്ലല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുള്ള, പരിശുദ്ധ ഖുർആൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടത്തോട് ഏറ്റവും അടുത്ത ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനത്തെ ഇസ്ലാമികപരമായ ഏലസ് കെട്ടുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ നിരോധിക്കപ്പെട്ടത് മറ്റുള്ള ചില ഏലസുകളാണ്, ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഏലസുകൾ, അതുപോലെ തന്നെ ഇസ്ലാമികേതരമായിട്ടുള്ള ഏലസുകൾ, ഇതൊക്കെയാണ് നിരോധിക്കപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കുന്ന മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ച എത്രയോ ഇമാമിങ്ങൾ, ഇതിന് ഇമാമിന്റെ ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്, നിരവധി ഇമാമുകൾ ഏലസ്, ഇസ്ലാമികപരമായ ഏലസ് കെട്ടുന്നത് അനുവദനീയമാണ് എന്ന് തന്നെ അവരുടെ കിതാബിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറബി അറിയാത്ത ആളുകളെ പറ്റിക്കാൻ പറ്റുന്ന ഈ മൗലവിക്ക് നല്ലോണം അറിയുന്നത് കൊണ്ട് ഏലസ് കെട്ടുന്നവരെ മുശ്രിക്കായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഹജ്ജാജിമാരെ ട്രെയിൻ ചെയ്യുന്നത് എത്ര വിരോധാഭാസമാണ് സഹോദരന്മാരെ. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ.